ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീം 2026 ഓപ്ഷൻ രജിസ്ട്രേഷനെ പറ്റിയാണ്. ഓക്കെ, 13th ജൂൺ, അതായത് ഇന്ന് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഓക്കെ, ആക്ച്വലി ലൈറ്റ് നൈറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആക്ച്വലി കീമിൽ എല്ലാ വർഷങ്ങളിലും 3 അലോട്ട്മെന്റുകളും അതേപോലെ ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെന്റുമാണ് ഉണ്ടാവാറ്. ഓക്കെ, പക്ഷെ കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം ഒരു സ്ട്രേ വേക്കൻസി റൗണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു സ്ട്രേ വേക്കൻസി റൗണ്ട് സിഇ അനുവദിച്ച് നൽകിയിരുന്നു. ഓക്കെ, സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അലോട്ട്മെന്റ് നൽകിയിരുന്നു. ചില കോളേജിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സ്ട്രേ വേക്കൻസിയുടെ ലാസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യരുത്. ഓക്കെ, ആക്ച്വലി 3ാമത്തെ അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടുമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി സിഇ 2000 രൂപയാണ് വാങ്ങാറ്. ഓക്കെ, അതായത് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത് ഇന്ന് മുതൽ 13th ജൂൺ മുതൽ 4th ജൂലൈ വരെയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂലൈ 8th പബ്ലിഷ് ചെയ്യുന്നതാണ് സിഇ പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ന്യൂസിലുള്ള ഇതാണിത്. ഓക്കെ, ജൂലൈ 4 വരെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിന് അവസരം നൽകുക. 8ാം തീയതി എന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് പറയുന്നത്. 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം എന്ത് ചെയ്യും, ഒരു സ്പോട്ട് അലോട്ട്മെന്റ് കൂടെ ഉണ്ടാവും. ഈ സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെന്റ് എല്ലാ വർഷങ്ങളിലും GEC തൃശ്ശൂർ വെച്ചാണ് നടക്കാറ്. ഓക്കെ, ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഇനി അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ, എത്ര ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസും കൊടുക്കാം. സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു 5 ഓപ്ഷനുകൾ നൽകാന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ആകെ 5 ഓപ്ഷനെ നൽകുന്നുള്ളൂ, എനിക്ക് അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്റെ റാങ്ക് അത്രയും പിന്നെ നല്ല റാങ്കാന്ന് വിചാരിക്കുക. എന്റെ റാങ്ക് ഒരു 900 ഒക്കെ ആണെങ്കിൽ എനിക്ക് വേണ്ടത് മാത്രം ഞാൻ നൽകിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിക്കുക. ഇവിടെ ഏതെങ്കിലും CET CSC, സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് CET ട്രിപ്ലി, CET ECE അങ്ങനെയൊക്കെ കൊടുക്കുകയാണ്. ഓക്കെ, വേണമെങ്കിൽ CET ECE നിങ്ങളുടെ പ്രതീക്ഷ അനുസരിച്ച്, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 3ാമത്തെ ഓപ്ഷൻ വന്നാൽ ഇവിടെ XYZ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഈ Z ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ Z ഓപ്ഷൻസും അതേപോലെ മേലെയുള്ള 2 ഓപ്ഷനും, അതായത് 3, 2, 1 ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പൊ അത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. ഈ അടുത്ത അലോട്ട്മെന്റിന് എന്ത് ചെയ്യും, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, നിങ്ങൾക്ക് 3rd ഓപ്ഷൻ കിട്ടി എന്ന് വിചാരിക്കുക. 3rd ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സിഇ എന്ത് ചെയ്യും, അടുത്ത 2ാമത്തെ അലോട്ട്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് പ്ലസ് കൺഫർമേഷൻ നൽകാറുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, 2ഉം 1ഉം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ അവസരങ്ങളൊക്കെ സിഇ നൽകാറുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴാണ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്? കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റിലാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് സീറ്റ് ലഭിച്ചാൽ നമ്മൾ ഫീസ് അടക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. സാധാരണയായിട്ട് 9650 റുപ്പീസാണ് സിഇ വാങ്ങാറ്. ഓക്കെ, ഇനി 3 അലോട്ട്മെന്റിലും എനിക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ എനിക്ക് റീഫണ്ട് കിട്ടോ? റീഫണ്ട് ഉണ്ടാവും. ഓക്കെ, റീഫണ്ട് നിങ്ങൾക്ക് പിന്നെ സിഇ അതിന് ഒരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഒരു 6 months 7 months ഒക്കെ എടുക്കും ടോട്ടൽ അലോട്ട്മെന്റ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നത് ഓഗസ്റ്റ് 14th മുമ്പായി ടോട്ടൽ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സിഇ ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.